ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തിന് യോർദാൻ നദി കടക്കുവാൻ ഭയമുണ്ടായിരുന്നു. അവരുടെ വാഗ്ദത്ത ദേശം അക്കരെയാണെന്നറിഞ്ഞിട്ടും യോർദാനിൽ അവർ ശങ്കിച്ചുപോയി. എന്നാൽ ദൈവം പറഞ്ഞതോ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകൾ എടുത്തു വയ്ക്കാമെങ്കിൽ യോർദാൻ രണ്ടായി മാറും. തീരമെല്ലാം കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ മേൽ കാൽ വയ്ക്കുവാൻ നമുക്കാകണം. അതാണ് വിശ്വാസം. ചിറ പോലെ നിൽക്കേണ്ടത് ചിറ പോലെ നിൽക്കും, ഒഴുകിപ്പോകേണ്ടത് ഒഴുകിപ്പോകും. എങ്ങനെയെന്ന് ചോദിക്കരുത്. ആ കാൽപാദം വിശ്വാസത്തോടെ എടുത്തു വെക്കണം. യോർദാൻ എന്ന ഭയത്തെ വിശ്വാസത്തിൻ്റെ കാൽപാദങ്ങൾ കൊണ്ട് മറികടക്കണം. ഭാവിയെക്കുറിച്ച് ഓർത്ത് നാം പക്ഷപാതം വന്നവരാകരുത്. വിശ്വാസമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ഇസ്രായേൽ ജനത്തിന് ഭയം മാറിയപ്പോൾ അവർ യോർദാനിൽ കാലുകൾ ഉറപ്പിച്ചു നിന്നു. ഉറച്ചു നിൽക്കുമ്പോൾ വഴികൾ വിശാലമാവുകയാണ്, യോർദാൻ ഉണങ്ങുകയാണ്, വിലാപം മാറി സന്തോഷം വരികയാണ്. ചലിക്കാതെ നിന്നവർ ചലിച്ചു തുടങ്ങുന്നു. വേദനകളെല്ലാം മറന്ന് പുതിയ വാഗ്ദത്തത്തിലേക്ക് അവർ കടക്കുകയാണ്. കാണാത്ത കാര്യങ്ങളെയാണ് വിശ്വാസത്താൽ നാം കാണേണ്ടത്. ചില സമയത്ത് വിടുതൽ നടന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയിലും സ്നേഹത്തിലും വിശ്വസിക്കണം. ചില തടസ്സങ്ങൾ ഭാവി നന്മയ്ക്കായി ദൈവം ഉപയോഗിക്കുന്നു. തീച്ചൂളയിൽ ഒരു നാലാമനുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിലൂടെ കടക്കേണ്ടി വരാം. സിംഹങ്ങളുടെ വായി അടപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ആ സിംഹക്കുഴി ആവശ്യമാണ്. അവിടെ കാലുകൾ എടുത്തു വയ്ക്കുമ്പോൾ ആരാണ് നമ്മുടെ ദൈവമെന്ന് നാം മനസ്സിലാക്കും. കാണുന്ന വിടുതലുകൾ മാത്രമല്ല, കാണാത്ത വിടുതലും ഉണ്ട്. സ്തുതിച്ചുകൊണ്ട് മുന്നേറുക. സാധ്യതകളുടെ വാതിൽ നമുക്കായി തുറക്കപ്പെടും. സങ്കീർത്തനം 91:14. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറികയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.